നമസ്കാരം. ചങ്ങനാശ്ശേരി എം.എൽ.എയോട് ഏതാനും ചോദ്യങ്ങൾ ചോദിക്കാനും, ഞാൻ കഴിഞ്ഞ ദിവസം ചെയ്ത ഒരു വീഡിയോയെ വലിച്ചുകീറി ഒട്ടിക്കാൻ ശ്രമിച്ച അജു സോൺ എന്ന അജു ബ്രോയോട് കുറച്ച് മറുപടി പറയാനും, വീഡിയോയിലെ ഒരു കാര്യത്തിന് മാപ്പ് പറയാനുമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ആദ്യം തന്നെ അജു ബ്രോയോട് താങ്കൾക്ക് പ്രത്യേകം നന്ദി. കാരണം ഇത്തരം സംവാദങ്ങൾ തീർച്ചയായും നടക്കണം. എങ്കിൽ മാത്രമേ പൊതുജനത്തെ നമുക്ക് ബോധവൽക്കരിക്കാൻ സാധിക്കുകയുള്ളൂ. ഈ സൗജന്യ റേഷനും മറ്റും തരുന്നത് കേന്ദ്ര സർക്കാരാണെന്ന്, അതിൻ്റെ ട്രാൻസ്പോർട്ടേഷനും മറ്റു കുറച്ച് അനുബന്ധ ചെലവുകളും മാത്രമാണ് കേരള സർക്കാർ വഹിക്കുന്നുള്ളതെന്നും, പിന്നെ ഞാൻ പറഞ്ഞ 1.5 കോടിയിലെയും താങ്കൾ പറഞ്ഞ 1.1 കോടിയുടെയും ചില കണക്കുകളൊന്ന് വ്യക്തമാക്കാം. കേരളത്തിൽ ഏകദേശം 37 ലക്ഷത്തോളം ആളുകളാണ് ബിലോ പോവർട്ടി ലൈൻ റേഷൻ കാർഡ് ഉള്ളത്. നമ്മുടെ സർക്കാർ അതിദരിദ്രരില്ല എന്ന് അവകാശപ്പെടുമ്പോഴും പൂറസ്റ്റ് ഓഫ് ദ പൂവർ കാറ്റഗറി റേഷൻ കാർഡ് ഉള്ളത് ഏകദേശം 6 ലക്ഷത്തോളം ആളുകളാണ്. അതായത് ഏകദേശം മൊത്തം 43 ലക്ഷം വരും. ഈ കുടുംബങ്ങളിൽ ഏകദേശം ഒരു കുടുംബത്തിൽ 4 പേര് ആവറേജ് കണക്ക് കൂട്ടിയാൽ പോലും ഏകദേശം 1.5 കോടിയിൽ കൂടുതൽ വരും. ഒരു റഫ് കണക്കിലാണ് 1.5 കോടി എന്ന് പറഞ്ഞത്. എബോവ് പോവേർട്ടി ലൈൻ, അതായത് വെള്ളക്കാർഡ് ഉള്ളവർക്കൊക്കെ തന്നെയും കേന്ദ്ര സർക്കാരിൻ്റെ പൂർണ്ണമായും സൗജന്യമായി അല്ലെങ്കിലും വൻ സബ്സിഡിയിൽ തന്നെ അരി കിട്ടുന്നുണ്ട്. ഞങ്ങൾക്ക് വെള്ളക്കാർഡാണ്, ഞങ്ങൾക്കും ഈ അരിയും മറ്റു സാധനങ്ങളും കേന്ദ്ര സർക്കാരിൻ്റെ റേഷൻ വിഹിതമായി കിട്ടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ആവറേജ് കണക്ക് കൂട്ടിയാൽ പോലും ഈ 1.5 കോടി എന്ന് പറഞ്ഞത് ശരിയല്ലേ? അപ്പോൾ ഞാൻ എവിടെയാണ് നുണ പറയുന്നത്? താങ്കൾ ഇങ്ങനെ കുപ്രചരണം അഴിച്ചുവിട്ട് അത് നുണയാക്കാൻ ശ്രമിച്ചാലും അത് നുണയാവില്ല. ബാക്കി കണക്കുകൾ കൂടി കേൾക്കും. അന്ന് കാണിച്ച റോഡിന് 6.13 കോടി രൂപയോളം കേന്ദ്ര സർക്കാരിൽ നിന്ന് വിനിയോഗിച്ചാണ് കണ്ടം പോലെ കിടന്ന പ്രദേശത്ത് മണ്ണിടിച്ച് അങ്ങനെ അത്ര നല്ലൊരു റോഡ് ഉണ്ടാക്കിയത്. ആ പൂർത്തിയാക്കാനായി അതായത് അതിന്റെ മുകൾ ഭാഗം ആ കാണുന്ന പോലെ ടൈലിട്ടും മറ്റും പൂർത്തിയാക്കാൻ ആ തുക തികഞ്ഞില്ല. ഏതാനും വർഷം ആ റോഡ് മൺ റോഡായി തന്നെ കിടന്നു. അതിനുശേഷം കേരള സർക്കാരാണ് 2,25,96,000 രൂപയോളം ചെലവഴിച്ച്, താങ്കൾ പറയുന്ന പോലെ 3 കോടിയല്ല, ഞാനിപ്പോൾ പറഞ്ഞാണ് കറക്റ്റ് കണക്ക്, അത്രയും രൂപ ചെലവഴിച്ച് ആ റോഡിന്റെ മുകൾ ഭാഗം ടൈലിട്ട് വൃത്തിയാക്കിയത്. ആ വീഡിയോയിൽ എവിടെയും കേരള സർക്കാർ അതിനുവേണ്ടി ഒരു പണവും മുടക്കിയിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല, കമന്റുകളിലും പറയുന്നില്ല. ഇന്ത്യയിലെ ഫെഡറൽ സംവിധാനങ്ങളെക്കുറിച്ച്, അതായത് പല പദ്ധതികളും കേന്ദ്രത്തിൻ്റെയും സംസ്ഥാനത്തിൻ്റെയും തദ്ദേശ സ്ഥാപനങ്ങളുടെയൊക്കെ പങ്കാളിത്തത്തോടു കൂടിയാണ് നടപ്പാക്കുന്നത്. ആ ഒരു സംവിധാനത്തെക്കുറിച്ച് താങ്കൾക്ക് വേണ്ടത്ര ഗ്രാഹ്യമില്ലാത്തതിനാലാണ് ഇത് നുണയായി താങ്കൾക്ക് തോന്നിയത്. ഇനി നമുക്ക് ദേശീയപാതയെക്കുറിച്ച് സംസാരിക്കാം. കേരളം വളരെ തുച്ഛമായ തുക മാത്രമേ കൊടുക്കുന്നു എന്ന് പറഞ്ഞത് 100% സത്യമാണ്. കൃത്യമായി പറയുവാണ്, ഇപ്പോഴത്തെ ഒരു കണക്കനുസരിച്ച് 60,000 കോടി രൂപയാണ് കണക്കാക്കിയിരിക്കുന്നത്. ചെലവുകളും വഹിക്കുന്നത് കേന്ദ്ര സർക്കാർ തന്നെയാണ്. പക്ഷേ ഈ സ്ഥലം ഏറ്റെടുക്കുന്നതിൻ്റെ 75% വഹിക്കുന്നത് കേന്ദ്ര സർക്കാരാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതൊരു തുച്ഛമായ തുകയാണെന്ന് പറഞ്ഞത്. ഈ ഗെയിൽ പദ്ധതിയെക്കുറിച്ച് സംസാരിക്കാം. താങ്കൾ പറഞ്ഞത് ശരിയാണ്, 1980കളിൽ തുടങ്ങിയ ഒരു പദ്ധതിയാണിത്. പക്ഷേ ഇതിനെതിരെ ഇവിടുത്തെ ഇടതുപക്ഷം എത്രമാത്രം സമരങ്ങൾ നടത്തിയിട്ടുണ്ടെന്ന് താങ്കൾ ഇതിനു മുൻപുള്ള പത്രങ്ങളും മറ്റ് മാധ്യമങ്ങളിലെ വാർത്തകളും ഒക്കെ പരിശോധിച്ചാൽ മനസ്സിലാകും. ഇത് വർഷങ്ങളായി കേരളത്തിൽ നടപ്പിലാകാതിരുന്ന ഒരു പദ്ധതി 2016 മോദി ഗവൺമെന്റ് ഫണ്ട് അലോക്കേറ്റ് ചെയ്ത് ഇത് നടപ്പിലാക്കണമെന്ന കർശനമായ നിർദ്ദേശം നൽകിയതിന് ശേഷമാണ് ഇതിവിടെ നടപ്പിലാവാൻ തുടങ്ങിയത്. അതിൽ തന്നെ ഈ കമ്പനിയാണ് ബാക്കി കൂടിയ തുകയും മുടക്കുന്നത്. കേരളത്തിന്റെ ഭാഗത്തു നിന്നുള്ള കോൺട്രിബ്യൂഷൻ വളരെ കുറവ് തന്നെയാണ്. ഇപ്പോൾ പിണറായി സർക്കാർ കൊട്ടിഘോഷിക്കുന്ന ഒരു കാര്യമാണ് കേരളത്തിൽ ലോഡ് ഷെഡിംഗ് ഇല്ല. ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് പ്രധാന പത്രങ്ങളിലൊക്കെ ഫ്രണ്ട് പേജ് പരസ്യം തന്നെ കോടികൾ മുടക്കി ഇതിനായി കൊടുക്കുകയുണ്ടായി. പക്ഷേ ഇതെങ്ങനെയാണ് നടപ്പിലായത്? നമുക്കൊന്ന് പരിശോധിക്കാം. കേരളത്തിന്റെ ആവശ്യത്തിന്റെ ഏകദേശം 20% വൈദ്യുതി മാത്രമാണ് കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നത്. ബാക്കി 80%-ഓളം പുറത്തുനിന്ന് വാങ്ങുകയാണ്. ഇതിൽ തന്നെ വൺ നേഷൻ വൺ ഗ്രിഡ് എന്ന പദ്ധതിയിലൂടെ റായ്ഗഡ്, പുഗലൂർ, തൃശ്ശൂരിനെയൊക്കെ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പദ്ധതി, ഒരു പൊതുമേഖലാ സ്ഥാപനമായ PGCL അവരാണ് ഈ ഒരു പദ്ധതിയിലൂടെ ഇങ്ങനെ ബന്ധിപ്പിച്ച് അതിനുശേഷമാണ് കേരളത്തിൽ സുലഭമായി വൈദ്യുതി ലഭിക്കാനും ലോഡ് ഷെഡിംഗ് ഇല്ലാതാകാനും സാധിച്ചത്. അതുപോലെ കേന്ദ്ര സർക്കാർ നേരിട്ടാണ് സോളാർ വെക്കുന്നവർക്ക് സബ്സിഡിയും മറ്റും കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ 10,000-കണക്കിന് ആളുകളാണ് സ്വന്തം വീടുകളിൽ സോളാർ വെക്കുന്നത്. അതും കേരളത്തിൻ്റെ വൈദ്യുതി ഉപയോഗത്തിന് വളരെയധികം സഹായകരമാകുന്നു. പിന്നെ താങ്കൾ ചോദിച്ചു മറ്റേത് സംസ്ഥാനങ്ങളെ ഉദാഹരണമായി കാണിക്കുമെന്ന്. ഉദാഹരണങ്ങൾ പറയാൻ ഒരുപാടുണ്ട്.
ഇന്ത്യയുടെ സാമ്പത്തിക ക്യാപിറ്റലായ മഹാരാഷ്ട്രയുമൊക്കെ ഭരിക്കുന്നത് ആരാണ്? NDA. ഇന്ത്യയുടെ വ്യവസായ ക്യാപിറ്റലായ ഗുജറാത്ത് ഭരിക്കുന്നത് ആരാണ്? അതും NDA. 2017 മുതൽ UP ഭരിക്കുന്ന NDA സർക്കാരിൻ്റെ കാര്യം നമുക്കൊന്ന് നോക്കാം. ആ സമയത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ കൊള്ളക്കാരുടെയും കള്ളന്മാരുടെയും ക്രിമിനൽസിൻ്റെയും ഒക്കെ ഒരു കേന്ദ്രമായിരുന്നു UP. ഇപ്പോഴോ കൃത്യമായ പദ്ധതികളിലൂടെ ശക്തമായ നിയമ നടപടികളിലൂടെ UPയെ ഒരു ക്ലീൻ സ്റ്റേറ്റായി മാറ്റിക്കൊണ്ടിരിക്കുന്നു. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ തീർത്ഥാടന ഹബ്ബായ രാമക്ഷേത്രം പണ്ട് 2017 മുമ്പ് ഏകദേശം 4-5 എയർപോർട്ട് ഉണ്ടായിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ 10ഓളം ആയിരിക്കുന്നു. ബാക്കി ഏകദേശം 10ഓളം എയർപോർട്ടുകളുടെ പണി ഇപ്പോൾ നടക്കുന്നു. 2 എക്സ്പ്രസ് ഹൈവേകൾ, 2 എയിംസ്, നിരവധി മെഡിക്കൽ കോളേജുകൾ, സ്കൂളുകൾ, അങ്ങനെ അനുദിനം വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി കേരളത്തിൻ്റെ കാര്യത്തിലോട്ട് വന്നാലോ, ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മ ഉള്ള സംസ്ഥാനങ്ങളിലൊന്ന്, ഏറ്റവും കൂടുതൽ കടമുള്ള സംസ്ഥാനങ്ങളിലൊന്ന്, ഏറ്റവും കുറവ് വ്യവസായ സ്ഥാപനങ്ങളുള്ള സംസ്ഥാനങ്ങളിലൊന്ന്. എൻ്റെ സ്വന്തം സംസ്ഥാനമായ കേരളത്തെ കൂടുതൽ ഇകഴ്ത്തി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇവിടെ വർഷങ്ങളായി മാറി മാറി ഭരിച്ച ഇടതും വലതും ഒന്നും കേരളത്തിന് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറയുന്നില്ല. വളരെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ കേരളം ഇപ്പോൾ നിൽക്കുന്ന ഈ നിലയിലെങ്കിലും എത്തിയത് ഇവരുടെ ഭരണ നേട്ടം കൊണ്ടാണോ? ഒരിക്കലുമല്ല. അതിന് കൃത്യമായ കാരണങ്ങളുണ്ട്, ഞാൻ പറയാം. ഒന്നാമത്തെ കാരണം ക്രിസ്ത്യൻ മിഷണറിമാർ, NSS, SNDP തുടങ്ങിയവയുടെയൊക്കെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ രംഗത്തുണ്ടാകുന്ന പുരോഗതി. 60കളിലും 70കളിലും ഒക്കെ മുഴുപട്ടിണിയും മറ്റുമായിരുന്നു. ആ സമയത്ത് മധ്യകേരളത്തിൽ നിന്നും മറ്റുമൊക്കെ മലയോര മേഖലകളിലേക്ക്, ഇടുക്കി ഹൈറേഞ്ചിലേക്ക്, വയനാട്ടിലേക്ക്, കണ്ണൂരിലേക്ക്, എൻ്റെ കുടുംബത്തിൽ നിന്നൊക്കെ നിരവധി ആളുകൾ കണ്ണൂർ ഭാഗത്തോട്ടൊക്കെ പോയിട്ടുണ്ട്. അങ്ങോട്ടൊക്കെ പോയി അവിടെ ഉണ്ടായിരുന്ന കാടൊക്കെ വെട്ടിത്തെളിച്ച് കൃഷിയൊക്കെ ചെയ്ത് അങ്ങനെയാണ് കേരളത്തിലെ പട്ടിണിക്ക് ആദ്യ സമയങ്ങളിൽ കുറച്ചൊരു ആശ്വാസം വരുന്നത്. അതിനുശേഷം നമ്മൾ ആദ്യം പറഞ്ഞ ആ വിദ്യാഭ്യാസ മൂലധനത്തിൻ്റെ പിൻബലത്തിൽ 70കളിലും 80കളിലുമൊക്കെ ഗൾഫിലോട്ടുണ്ടായ കുടിയേറ്റം, അതിനുശേഷം ഏകദേശം 2000-ഓടെ യൂറോപ്പിലോട്ടും അമേരിക്കയിലോട്ടും ഓസ്ട്രേലിയയിലോട്ടും ഉണ്ടായ ഈ കുടിയേറ്റം, കേരളത്തിൽ ഈ പറയുന്ന ഇത്രയെങ്കിലുമൊക്കെ പുരോഗതി ഉണ്ടാകുന്നതിൻ്റെ പ്രധാന പങ്ക് വഹിച്ചത് ഈ നാട്ടിലെ പ്രവാസികളാണ്. ഇവിടെ കിട്ടുന്ന നികുതിയും വരുമാനവും ഒക്കെ ഇവിടുത്തെ പെൻഷൻ കൊടുക്കാനും ശമ്പളം കൊടുക്കാനും ഈ കടമെടുക്കുന്ന പണത്തിൻ്റെ പലിശ കൊടുക്കാനും ഒക്കെ തികയുന്നുണ്ടോ? മുമ്പേ പറഞ്ഞ താങ്കളുടെ വീഡിയോയിൽ പറഞ്ഞ കിഫ്ബിയും മറ്റും കടമെടുക്കാനുള്ള മറ്റൊരു ആയുധം മാത്രമല്ലേ? 2016-ൽ പിണറായി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ഏകദേശം 1.5 ലക്ഷം കോടി കടമായിരുന്നത് ഇന്ന് ഏകദേശം 6 ലക്ഷം കോടിയോളം ആയിട്ടുണ്ട്. അതായത് കേരളത്തിൽ ജനിച്ചു വീഴുന്ന ഓരോ കുട്ടിക്കും ഏകദേശം 1.25 ലക്ഷം രൂപയോളം കടത്തിലാണ്. ഇനി എനിക്ക് ചോദിക്കാനുള്ളത് ചങ്ങനാശ്ശേരി MLA-യോടാണ്. ഈ അജുസോൺ എന്ന ഇൻസ്റ്റഗ്രാം പേജിൽ വന്ന ഈ വീഡിയോയുടെ താഴെ, ഈ വീഡിയോ വന്ന് അധികം വൈകാതെ തന്നെ താങ്കൾ ഒരു ഹാർട്ട് സിമ്പൽ ഇട്ടു. ചില ആളുകളൊക്കെ എന്നോട് ചോദിച്ചു, താങ്കൾ പേ ചെയ്ത വീഡിയോ ആണോ ആ വീഡിയോ എന്ന്. താങ്കൾ അത്ര ചീപ്പ് പരിപാടി ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എങ്കിൽ പോലും ഈ ഒരു കമൻറ്റും അതവിടെ പിൻ ചെയ്ത് വെച്ചേക്കുന്നതും, ആ കമൻറ്റ് ഏകദേശം 116ഓളം ആളുകൾ ലൈക്കും ചെയ്തിട്ടുണ്ട്. അതൊക്കെ കാണുമ്പോൾ ചെറിയൊരു സംശയം ജനിക്കുന്നു. പിന്നെ അജുവിൻ്റെ വീഡിയോയിൽ പറയുന്ന പോലെ ക്രെഡിറ്റ് അടിച്ചു മാറ്റുന്നതിൻ്റെ ഒരു ഉദാഹരണം പറയാം. കഴിഞ്ഞ ആഴ്ച ചങ്ങനാശ്ശേരിയിലെ സ്ഥാനാർത്ഥികളുടെ ഒക്കെ ഒരു സംവാദം വ്യാപാര ഭവനിൽ ഉണ്ടായിരുന്നു. ഞാനും അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ചങ്ങനാശ്ശേരി MLA പറയുകയുണ്ടായി, ചങ്ങനാശ്ശേരിയിൽ പുതിയ സ്റ്റേഡിയം നിർമ്മിച്ചു വന്ന്. അവിടെ കൂടിയിരുന്ന ആളുകളൊക്കെ അത് കേട്ട് ബഹളം വെച്ചു. കാരണം എന്താണ് സംഭവിച്ചത്? ഞാനൊക്കെ ജനിക്കുന്നതിന് വളരെ നാളുകൾക്ക് മുമ്പ് തന്നെ ചങ്ങനാശ്ശേരി ചെയർമാനായിരുന്ന PP ജോസിന്റെ നേതൃത്വത്തിൽ ചങ്ങനാശ്ശേരിയിൽ ഒരു മികച്ച സ്റ്റേഡിയം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് ക്രിക്കറ്റ് കളിക്കും ഫുട്ബോളിനും മറ്റ് കായിക പരിപാടികൾക്കൊക്കെ നിരവധി കാര്യങ്ങൾക്ക് ഉപയോഗിച്ചിരുന്ന ഒരു സ്റ്റേഡിയമായിരുന്നു. അതിൻ്റെ കുറേ ഭാഗം താങ്കൾ MLA ഫണ്ടിൽ നിന്ന് മറ്റുമായി പണം മുടക്കി നവീകരിച്ച് അതൊരു ഫുട്ബോൾ ഗ്രൗണ്ടായി മാത്രം മാറ്റി. ഇപ്പോൾ അവിടെ ക്രിക്കറ്റ് കളിക്കാനുള്ള സൗകര്യമൊക്കെ ഇല്ലെന്ന് നിരവധി ആളുകൾ പരാതി പറയുന്നു. താങ്കൾക്ക് അത് ചെയ്യണമെന്നുണ്ടായിരുന്നെങ്കിൽ ചങ്ങനാശ്ശേരി തന്നെ എത്രയധികം വേറെ സ്ഥലങ്ങളുണ്ടായിരുന്നു, അവിടെ ഒരു ഫുട്ബോൾ സ്റ്റേഡിയം അല്ലെങ്കിൽ ഫുട്ബോൾ ഗ്രൗണ്ട് നിർമ്മിക്കുമായിരുന്നെങ്കിൽ കൂടുതൽ നന്നാകുമായിരുന്നില്ലേ? പിന്നെ താങ്കൾ അവിടെ ഇവിടെയും കുറച്ച് അംഗൻവാടി 10 ലക്ഷം രൂപ മുടക്കി ചെയ്തു.
അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്കൂളിന്റെ കെട്ടിടം നോക്കി നമുക്കറിയാം ഒരു MLAക്ക് 5 കോടി രൂപ MLA ഫണ്ട് മാത്രമുണ്ട്. താങ്കൾ കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ സർക്കാരിന്റെ ഭാഗമായിട്ടുള്ള MLA ആയിരുന്നിട്ടും ഈ ഏതാനും ചെറിയ പ്രവർത്തനങ്ങളല്ലാതെ കാര്യമായ എന്തെങ്കിലും ഒരു പ്രവർത്തനം ചെയ്യാൻ താങ്കളെ കൊണ്ട് സാധിച്ചോ? അവസാനമായി കഴിഞ്ഞ വീഡിയോയിലെ ഒരു കാര്യത്തിന് എനിക്ക് മാപ്പ് പറയാനുണ്ടെന്ന് പറഞ്ഞില്ലേ, അത് മറ്റൊന്നുമല്ല, ചങ്ങനാശ്ശേരിയിലെ മനോഹരമായ ഒരു സ്ഥലം കാണിക്കാമെന്ന് പറഞ്ഞിട്ട് ശരിക്കും അത് മനോഹരമായ സ്ഥലം തന്നെയാണ്. പക്ഷെ എൻ്റെ എഡിറ്റിംഗ് സ്കിൽസ് അത്ര നല്ലതല്ലാത്തതുകൊണ്ട് അതിലെ മനോഹാരിത അത്രയധികം കാണിക്കാൻ പറ്റിയില്ല. ഈ വീഡിയോയിൽ ഞാൻ കുറച്ചുകൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്.